നബിയിലേക്കും നബിയുടെ ചര്യയിലേക്കും അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലേക്കും നിങ്ങൾ വരൂ എന്നവരോട് പറയപ്പെട്ടാൽ കാലൂമാ വജദ്നാ അലൈഹി ആബാഅനാ, അങ്കടി മുകളിലെ ചില ആളുകൾ പറയും ഞങ്ങളുടെ കാരണവന്മാരും ഞങ്ങളുടെ ബാപ്പമാരും സ്വീകരിച്ചത് മതി. ചിലരല്ല, ഞങ്ങളെല്ലാരും അതാ പറയണത്. ഈ പള്ളിത്തൊടുവില് കടന്നുറങ്ങണ കുറെ മോമിനാത്തുണ്ട്. അള്ളാഹു ഈ സദസ്സിന്റെ സന്തോഷമോ ഖബറിൽ എത്തിക്കുമാറാവട്ടെ. അവരൊക്കെ നടന്നുപോയ തൗഹീദിന്റെ ഈമാന്റെ വെളിച്ചത്തിൽ അള്ളാഹു നമ്മളെ വഴി നടത്തട്ടെ. നമ്മുടെ തലമുറയെ അള്ളാഹു വഴി നടത്തട്ടെ. ഖുർആൻ വേണ്ട, ഞങ്ങൾക്ക് സുന്നത്ത് വേണ്ട. ഈ ദോന്റെ വകയല്ലേ ഈ നാട്ടില് ഞങ്ങൾക്ക് ഖുർആൻ വേണ്ട എന്ന് പറയുന്ന മൂക്കുകീപ്പെട്ടായ ഒരു മുസ്ലിമിനെ ആ മൗലവിക്ക് സ്വാഗതം പറഞ്ഞ കാരണവരെ പായത്തരയായില്ലേ? പടച്ചോനെ കുറച്ചെങ്കിലും പേടിക്കണ്ടേ? ഇതൊക്കെ മൗലവി നാക്ക് നീട്ടി സംസാരിക്കുമ്പോ അയാളെ വായയിലേക്ക് നോക്കി സ്റ്റേജിലിരുന്ന് ചിരിച്ചിരുന്ന കാരണവന്മാരെ, നിങ്ങൾക്ക് പടച്ചവനെ പേടിയില്ലേ? ഇത് രാഷ്ട്രീയ പ്രസംഗമല്ലല്ലോ, ഇത് ദീനല്ലേ. ഈ നാട്ടിൽ ആരാണ് ഖുർആൻ വേണ്ടാന്ന് പറഞ്ഞ ഒരു മുസ്ലിം? പോട്ടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ പണ്ഡിതന്മാരെ ഫോളോ ചെയ്യുന്ന മുഅ്മിനീങ്ങളില് ആ പണ്ഡിതന്മാരിൽ ആരാണ് ഞങ്ങൾക്ക് ഖുർആൻ വേണ്ടാന്ന് പറഞ്ഞവർ? ആരാണ് ഹദീസ് വേണ്ടാന്ന് പറഞ്ഞത്? പച്ചയായി സമുദായത്തിനെതിരെ നുണ പറയുകയല്ലേ കദ്ദാബൂൻ. ഓ നബിയേ, 14 നൂറ്റാണ്ട് മുമ്പ് നുബുവത്തിന്റെ നാവ് കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വെളിച്ചം എത്ര സുന്ദരമാണ് ഹബീബ്, അതെത്ര പ്രകാശം ചൊരിയുന്നു നബിയേ. ആദർശപരമായ അരാജകത്വങ്ങളുടെ അകത്തളങ്ങളിലേക്ക് വിവിധ കക്ഷികൾ ഞങ്ങളെ കയറുകെട്ടി വലിക്കുമ്പോ ഞങ്ങൾക്കത് കരുത്തു നൽകുന്നു തങ്ങള്, ഞങ്ങൾക്കത് കാവൽ നൽകുന്നു തങ്ങള്, ഞങ്ങൾക്കത് വെളിച്ചം പകരുന്നു തങ്ങള്. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. എത്ര തോന്നിവാസമാണ് ഇവൻ പറയുന്നത്.